അസ്സലാമു അലൈക്കും. അൻവറിൻ്റെ വോയിസ് ഞാൻ കേട്ട്. അൻവറിൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അൻവറിന് തോന്നിയ അതേപോലെ കേരളത്തിലെ പല ആളുകൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടും കാണാതെ നടിക്കുകയാണ്. താല്പര്യത്തിരിക്കുന്നത് പണ്ഡിതന്മാരല്ലേ, നമ്മളെക്കാട്ടിയും വിവരമുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവരെടുത്തൊരു തെറ്റുകൾ വരൂല, ഇല്ലെങ്കിൽ അവരെടുത്തൊരു തെറ്റ് വന്നാൽ അത് പരിഹരിക്കാനുള്ള മാർഗം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകും എന്നുള്ള സമാധാനത്തിൽ നമ്മൾ ആ വിഷയങ്ങളൊന്നും ആരോടും പറയാതെ മിണ്ടാതെ എല്ലാവരും ക്ഷമിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അൻവർ ഈ വിഷയം പറഞ്ഞ് ഇതുകൊണ്ടാണ് ഞാനിത് പറയണത്. അൻവറിൻ്റെ മനസ്സിലുള്ള ഈ വിഷയങ്ങൾ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം സമസ്തയിലെ അല്ലെങ്കിൽ SKSന്റെ കുട്ടികളുടെ മനസ്സിലും അല്ലെങ്കിൽ സമസ്തയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ മനസ്സിലുള്ളതാണ്. കുറേയൊക്കെ നമ്മളിത് കേൾക്കുമ്പോൾ അൻവർ പറഞ്ഞതുപോലെ എന്താണ് സമസ്തയുടെ അവസ്ഥ എന്ന് ചിന്തിച്ചു പോവുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ 2 സമസ്തയുണ്ട്. യഥാർത്ഥ സമസ്ത നമ്മളുടെ ചേളാരി സമസ്ത തന്നെയാണോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം സമസ്തയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ കീഴ്ഘടകമായ SYSൻ്റെയും SKSൻ്റെയും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത്. മറ്റുള്ള ആളുകൾ പറയുന്നത് സത്യമാണ് എന്ന് വരെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, ഇപ്പം നമുക്കറിയാം സമസ്ത എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, അതിനെതിരിലാണ് ഇന്ന് സമസ്തയുടെ പോക്ക്. അതാര് എന്തു തന്നെ പറഞ്ഞാലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ നമ്മളുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇതെന്ന് പറഞ്ഞാൽ ഈ സമസ്തയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്ത് നമുക്ക് അതിലൊന്നും കിട്ടാൻ പോണില്ല. സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ വേറെ ഒരു ഒരു ലാഭം നമുക്ക് സമസ്തയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. നമ്മളുടെ ലക്ഷ്യം പാരത്രിക ജീവിതമാണ്, അല്ലേ? നാളെ മരണപ്പെട്ടു പോയാൽ ആഖിറത്തിൻ്റെ വിജയമാണ് നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ആളുകളും സമസ്തയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അൻവർ പറഞ്ഞതുപോലെ സമസ്തയുടെ ഇന്നത്തെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനും എന്നെപ്പോലുള്ള ഒരുപാട് ആളുകളും. സമസ്ത എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത് അതിനെതിരിലാണ് ഇന്ന് സമസ്തയുടെ പ്രവർത്തനം ബഹുഭൂരിപക്ഷം ആളുകളും പ്രവർത്തിക്കുന്നത്. വഹാബി മൗദൂദി പുത്തൻ പ്രസ്ഥാനക്കാരന് എതിർക്കുന്നതിന് വേണ്ടി അവരുടെ പ്രവർത്തനം നമ്മളെ സാധാരണക്കാരായ സുന്നികളെ വഹാബിസത്തിൽ അവരെത്തിക്കുമ്പം അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. ഒരു തർക്കുൽ മുവാലാത്ത് 6 കാര്യങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങൽ മറ്റു മുസ്ലിയാർ പോലത്തെ പണ്ഡിത നേതാക്കൾ പഠിപ്പിച്ചിരുന്നത് 6 കാര്യങ്ങൾ. വഹാബിയോട് സലാം പറയരുത്, വഹാബി സലാം പറഞ്ഞാൽ മടക്കരുത്, അവൻ രോഗിയായാൽ സന്ദർശിക്കരുത്, അവൻ മരിച്ചാൽ പോകരുത്, അവൻ്റെ വീട്ടിൽ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരരുത്, അവൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടികളെ കെട്ടിക്കരുത് എന്നിത്യാദി കാര്യങ്ങൾ പണ്ഡിത നേതാക്കൾ നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് സമസ്തയുടെ വലിയൊരു വിഭാഗം ആളുകൾ വഹാബികളുടെ കൂടെയാണ്. ഈ ലോകത്ത് നേട്ടത്തിന് വേണ്ടിയിട്ട്, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാരനെ കൂട്ടുപിടിച്ചു ഇസ്ലാമിനെ പൊളിക്കാനുള്ള ഒരു പ്രവണതയാണ് സമസ്തയിൽ നിന്ന് കണ്ടുവരുന്നത്, അല്ലേ? നമ്മളുടെ സമസ്തയിലെ നേതാക്കൾ പോലും പറയണത് എന്താണ്? അവർ പറയാണ് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്, സമസ്ത മുസ്ലിം ലീഗിലേതാണ്. അസ്തഗ്ഫിറുല്ലാഹ്. ആലോചിച്ച് നോക്കിയേ, എത്ര സങ്കടകരമായ വാക്കാണത്. മുസ്ലിം ലീഗ് സമസ്തൻ്റെതാണോ? മുസ്ലിം ലീഗ് നേതാക്കളിൽ ബഹുഭൂരിപക്ഷം വഹാബികൾ. എങ്ങനെ അത് സമസ്തൻ്റെതാവുക? എങ്ങനെയാണ്? നമ്മൾ ചിന്തിക്കണം. എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്?
ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമിൻ്റെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ വഹാബികളാണ്. പാവപ്പെട്ട മുസ്ലിമിനെ ഇസ്ലാമെന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി ഊടും ഉറക്കവും ഒഴിച്ചു പല്ലും നഖവും ഉപയോഗിച്ചു മുസ്ലിമിനെ ഇസ്ലാമെന്ന് തെറ്റിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വഹാബി സംഘത്തെ നമ്മൾ എങ്ങനെ, എന്തിൻ്റെ പേരിൽ നമുക്ക് സഹായിക്കാൻ പറ്റും? ഒരു നിലക്കും നമുക്ക് സഹായിക്കാൻ പറ്റൂല. എന്നിട്ടാണ് പറയണത് എന്ത്, സമസ്ത മുസ്ലിം ലീഗിൻ്റെതാണ്, മുസ്ലിം ലീഗ് സമസ്തൻ്റേതാണ്. എത്ര ഒരു ഗൗരവമായ വിഷയമാണത്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ ഒട്ടനവധി വിഷയങ്ങൾ. ഇപ്പോൾ അൻവർ പറഞ്ഞതുപോലെ പാണക്കാട്ടെ തങ്ങളെ ഒരു രാഷ്ട്രീയക്കാരൻ വളരെ മോശമായിട്ട് ചീത്ത പറഞ്ഞിട്ട് പോലും അതിനെതിരല്ല ഒരക്ഷരം മിണ്ടാൻ പോലും സമസ്തക്ക് പറ്റുന്നില്ല. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്ക് വരുന്ന ഏതൊരു വിഷയവും അത് ചെറുക്കാനും തടുക്കാനും സമസ്ത കഴിയുന്നില്ല. പല വിഷയങ്ങളും തെരുവിൽ തല്ലാണ് നമ്മളുടെ ആളുകൾ. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരായ ആരെങ്കിലും പണ്ഡിതന്മാരെ തെരുവിൽ തടഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പണ്ഡിതന്മാരെ തെരുവിൽ തടയുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയാണ്. പെൺകുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ കാണുകയാണ്. നമ്മളുടെ മുൻഗാമികളായ ആളുകൾ, സഹാബാക്കൾ അല്ലെങ്കിൽ സഹാബ സ്ത്രീകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ രാത്രി കൊണ്ടുപോകണം. ആ മയ്യത്തിൻ്റെ കഫംപുട പോലും മറ്റുള്ള ആളുകൾ കാണാൻ പാടില്ല എന്ന് പറയുന്ന സഹാബ സ്ത്രീകളുടെ ബാക്കിയുള്ള ആളുകളാണ് നമ്മൾ. എന്നിട്ട് ആ സ്ത്രീകൾ പരസ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പത്രസമ്മേളനം നടത്താൻ വഫിയ വിഷയം. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താണ്? വഹാബിസം പഠിപ്പിക്കുകയാണ്. പല ആളുകളും അതിൽ വഹാബികൾ കയറിക്കൂടി വഹാബിസം പഠിപ്പിക്കുകയാണ്. എന്താണ് സമസ്തയുടെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അല്ലേ, നമ്മൾ പരസ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കാന്തപുരം ഉസ്താദിനെ വളരെ മോശമായിട്ട് നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അൻവറിനോട് ഞാൻ പറയുകയാണ്, സ്വകാര്യമായിട്ട് പറയുകയാണ്, എന്താണ് കാന്തപുരം ഉസ്താദിൻ്റെ ആ പ്രസ്ഥാനമാണോ ശരി എന്ന് തെറ്റിദ്ധരിച്ച് പോവുകയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് വരുന്ന തെറ്റെന്താണ്? ശരിക്കും ചിന്തിച്ചാൽ ഒരു തെറ്റുമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ, അഗതികളും അനാഥകളുമായ കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ. ഒരു ഷെയർ മുബാറക്കിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്, പത്തീനിൽ. ഹസ്രജിയുടെ വീടിൻ്റെ ഒരു 3-4 വീട് അപ്പുറം ഞാൻ ജോലി ചെയ്യണത്. ഹസ്രജിൻ്റെ വീട്ടിൽ വലിയൊരു മ്യൂസിയം തന്നെ ഉണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച ഒരുപാട് മ്യൂസിയങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് ആളുകൾ ഏഷ്യയിൽ തന്നെ, ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ശ്രീലങ്ക, അങ്ങനെ എല്ലാ നാട്ടിലെ ആളുകളും, സുഡാൻ, സോമാലി, എത്യോപ്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, എല്ലാ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് ഹസ്രജിൻ്റെ വീട്ടിലെ ഈ തിരുശേഷിപ്പുകൾ കണ്ടിരുന്നു. അതിൻ്റെ വീട് ഇന്നും അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ഒരു ഷെയർ മുബാറക്കല്ല, ഒരുപാട് ഷെയർ മുബാറക്കുകൾ, മുടികൾ, അതുപോലെ ഫാത്തിമ ബീബിയുടെ കുപ്പായങ്ങളും പാത്രങ്ങളും, ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട്. ആ ഷെയർ മുബാറക്കിൽ ഒരു ഷെയർ മുബാറക്കാണ് കാന്തപുരത്തിന് ഹസ്രജ് കൊടുത്തത്. ഹസ്രജിന് എന്തിൻ്റെ കുറവാണ് അല്ലേ? ഹസ്രജ് ആരാണ്? ഇവിടുത്തെ മിനിസ്റ്ററാണ്, ഷെയ്ഖാണ്, മില്യൺ കണക്കിന് ആസ്തിയുള്ള ആളാണ്, പ്രശസ്തിയുള്ള ആളാണ്. അയാൾക്ക് എന്തിൻ്റെ കുറവാ? ആ ഒരു ഷെയർ മുബാറക്ക് മർക്കസ് സമ്മേളനത്തിൽ നൂറുകണക്കിന് രാജ്യങ്ങളിലെ പണ്ഡിതന്മാരിരിക്കുന്ന സ്റ്റേജിൽ ആയിരക്കണക്കിന് അനുയായികളുള്ള ഒരു മർക്കസ് പൊതുസമ്മേളനത്തിൽ വെച്ച് ഹസ്രജി കാന്തപുരം ഉസ്താദ് ആ ഷെയർ മുബാറക്ക് കൈമാറി. അസ്തഗ്ഫിറുല്ലാഹ്, അതിന് എന്തെല്ലാം നമ്മൾ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു അല്ലേ? ഇസ്ലാം പഠിച്ചവർക്കറിയാം, ഒരാള് ഒരു മുടി കൊടുത്തിട്ട് ഇത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷെയർ മുബാറക്കാണെന്ന് പറഞ്ഞാൽ, ഇനി അത് അല്ലെങ്കിലും ഞാനത് വിശ്വസിച്ചുകൊണ്ട് ഞാനതിന് ബർക്കത്തെടുത്താൽ അള്ളാഹ് എനിക്ക് അതിൻ്റെ ബർക്കത്തിൻ്റെ കൂലി കിട്ടുമെന്നാണ്. എനിക്ക് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അൻവറിന് കുറേയൊക്കെ അറിയാലോ.